ഹൈബി ഈഡൻ ഒരു കപട മുഖത്തിൻ്റെ ഉടമയാണെന്ന് പറയുകയാണ് മുനമ്പം സമരസമിതി പ്രവർത്തകർ. കാരണം മുനമ്പത്തേക്ക് ഇതുവരെ ഹൈബി ഈഡൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. മുനമ്പത്തെ ജനങ്ങളുടെ കണ്ണീര്, വിഷമം ഒന്നും അയാൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടില്ല എന്നാണ് സമരക്കാർ, അതുപോലെ തന്നെ ക്രൈസ്തവ സംഘടന കാസയുടെയും വിമർശനം. വോട്ട് നേടാൻ വേണ്ടി വെളുക്കച്ചിരിച്ച് വന്ന് എന്തു പറഞ്ഞു, മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾ നേരിടുന്ന പീഡനത്തെക്കുറിച്ച് പറഞ്ഞ് കണ്ണീർ പ്രസംഗമൊക്കെ നടത്തി വോട്ട് വാങ്ങി വിജയിച്ചു പോയ ശേഷം ഇന്നുവരെ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഹൈബി ഈഡന് കോട്ടപ്പുറം ലത്തീൻ രൂപതയും അതുപോലെ തന്നെ KRLCCയും ചേർന്ന് ഒരു സ്വീകരണ യോഗം നടത്തിയിരുന്നു, രാഷ്ട്രീയ വിശദീകരണ യോഗമൊക്കെ. അതിൽ അയാൾ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പം താൻ ഉണ്ടാകും, ജനങ്ങളുടെ വിഷയത്തിൽ താൻ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോൾ, കുടിയൊഴിപ്പിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ, കണ്ണീരും കയ്യുമായി ആളുകൾ വിലപിച്ചപ്പോൾ, ഇങ്ങോട്ട് പലായനം ചെയ്യുമെന്നറിയാതെ സങ്കടക്കുരുക്കിൽ നിൽക്കുമ്പോൾ ഹൈബി ഈഡൻ ആ വഴിയൊന്നും വന്നില്ല. ഹൈബി ഈഡൻ ജനങ്ങളെ മറന്നു. മുനമ്പത്തെ ജനങ്ങളുടെ കണ്ണീരും ഇയാൾ മുനമ്പത്തുകാർക്ക് കൊടുത്ത വാഗ്ദാനങ്ങളും മറന്നു. ഇപ്പോഴെന്താണ് ചെയ്യുന്നത്? കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ എന്തു പറഞ്ഞു, മണിപ്പൂർ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ഹൈബി ഈഡൻ ആവശ്യപ്പെട്ടു. അങ്ങനെ കപട ക്രൈസ്തവ സ്നേഹം കാണിച്ച് ഇനിമേലിൽ മുനമ്പത്തേക്ക് വരരുതെന്നാണ് ജനങ്ങൾ പറയുന്നത്. എന്നിട്ട് ഹൈബിയുടെ കോലം കത്തിക്കുകയും ചെയ്തു. അത് സ്വന്തം മണ്ഡലത്തിൽ നിന്ന് 3600 കിലോമീറ്റർ ദൂരെയാണ് മണിപ്പൂർ. അവിടെയുള്ള ആളുകൾക്ക് വേണ്ടി ഇയാൾ പാർലമെന്റിൽ ശബ്ദമുയർത്തി. എന്തുകൊണ്ട് മുനമ്പത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്നില്ല? അതുകൊണ്ട് ഇനി കപട ക്രൈസ്തവ സ്നേഹം പറഞ്ഞ് ഇനി ഇങ്ങോട്ട് വരരുത്, സഹതാപ തരംഗമുണ്ടാക്കാൻ ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞ് നാട്ടുകാർ ഇയാൾ മുനമ്പം സമര പന്തലിൽ പോലും ഇതുവരെ പോയിട്ടില്ല. സ്ഥലം MP ആണ്, മുനമ്പത്ത് ഇതുവരെ പോയിട്ടില്ല. അതാണ് ജനങ്ങളെ പ്രകോപിതരാക്കുന്നത്. അതുകൊണ്ടാണ് കോലം കത്തിച്ച് അവർ പ്രതിഷേധിക്കുന്നതും ഹൈബി ഈഡന് കപട മുഖമുണ്ടെന്നും കപട രാഷ്ട്രീയത്തിൻ്റെ ഉടമയാണെന്നും ആക്ഷേപിക്കുന്നതും.